ഹായ് ഹലോ, എന്താ വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, ഞമ്മക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോഴേ നമ്മൾ ഒരു ഫാമിലി ടൂർ പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം, നാളെ രാവിലെയാണ് പോകുന്നത്. അപ്പോൾ വൈകുന്നേരം കുറച്ച് മാങ്ങയൊക്കെ അരിഞ്ഞ് ഉപ്പിലൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ അരച്ച് നോക്കുമ്പോൾ അതാ വലിയൊരു അതിഥി വന്നിട്ടുണ്ട് നമ്മളവിടെ, വലിയൊരു തേള്. അപ്പോൾ കുഞ്ഞാണിയൊക്കെ അതിനെ ഏമിക്കുട്ടൻ സത്യം പറയണേ ഏമിക്കുട്ടനാണ് കണ്ടത് കേട്ടോ. കുട്ടി ഇട്ട് ചവിട്ടാഞ്ഞത് ഭാഗ്യം. അങ്ങനെയാണെങ്കിൽ ടൂറും എല്ലാം അവിടെ ക്യാൻസലായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് നമ്മളെ കുട്ടിക്കൊന്നും പറ്റിയില്ല. പഠിച്ച തമ്പുരാൻ കാത്തു. അങ്ങനെ എല്ലാ അപകടത്തെ തൊട്ടും പഠിച്ച തമ്പുരാൻ നമ്മളെല്ലാവരും കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഞങ്ങൾക്ക് ടൂർ പോകുമ്പോൾ തിന്നാൻ വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ ചെത്തുകയാണ് ഞാൻ കേട്ടോ. എന്നിട്ട് ഉപ്പും മുളകൊക്കെ തിരുമ്മി ടിന്നിലിട്ട് വെച്ചാൽ രാവിലെ വലിയ പണി ഉണ്ടാവില്ല. പിന്നെ രാവിലെ എണീറ്റ് വേഗം നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പോയാൽ മതിയല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ മാങ്ങ ഒക്കെ ചനച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാണിയൊക്കെ ഇന്ന് മൂച്ചിമ്മന്ന് പറിച്ചെടുത്തതാണ് കേട്ടോ ഈ മാങ്ങ മുഴുവനും. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി വൃത്തിയായി തുടച്ച് ഞാൻ ഇത് ഉപ്പും മുളകൊക്കെ തിരുമ്പി ഒരു ടിന്നിലിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങളെ ഫാമിലി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഈ ചക്കയും മാങ്ങയൊക്കെ എന്ന് പറഞ്ഞാൽ. ഞങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചോറും കഞ്ഞിയൊന്നും അല്ല ഇഷ്ടം, ഈ ചക്കയും മാങ്ങനോടൊക്കെ കേട്ടോ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവരൊക്കെ എല്ലാവരും ചക്കയും മാങ്ങയും മാങ്ങകളൊക്കെ എല്ലാവരും എടുക്കും. എല്ലാവരും വീട്ടിലും മാങ്ങ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ എടുക്കും മാങ്ങ കേട്ടോ. അപ്പോൾ ഞാനും തന്നെ ഇവിടെ കുറച്ച് മാങ്ങ കുഞ്ഞാണിയൊക്കെ പറിച്ചത് ഉണ്ടായപ്പോൾ എന്നാൽ അതൊക്കെ ഉപ്പും മുളകും തിരുമ്പി കൊണ്ടുപോയാൽ എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാമല്ലോ വിചാരിച്ചു ഞാൻ ഒരൊറ്റ ചെമ്പട്ടി അരിഞ്ഞ് നുറുക്കി ഉണ്ടാക്കി. അപ്പോൾ ചെറുതാക്കണമൊന്നുമില്ല, ഓരോന്നും മെല്ലെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ വലിയ കഷ്ണാക്കിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് മുളക് ഇടാമെന്ന് വിചാരിച്ചു, കുറച്ച് ഉപ്പിട്ടിട്ട് മക്കളൊക്കെ ഉള്ളതല്ലേ, എരിവും വേണ്ട, എരിവില്ലാതെ ടേസ്റ്റിൽ കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ എല്ലാം അത് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ ചെമ്പട്ടിയിലൊക്കെ അരിഞ്ഞെടുത്തിട്ട് കുറച്ച് ഉപ്പ് പാകത്തിന് വെതറി കുറച്ച് മുളക് പൊടിയും കൂടി അങ്ങോട്ട് വെതറി കൊടുത്തിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് അങ്ങോട്ട് കുഴച്ച് ഇളക്കി മറിച്ച് ഇനി ഇതിലിടാനൊരു ടിന്നും കിട്ടണമല്ലോ. അപ്പം ഞാനൊരു ടിന്നൊക്കെ എടുത്ത് അതിലത്തെ സാധനമൊക്കെ ഒഴിവാക്കിയിട്ട് അത് കഴുകി തുടച്ച് വൃത്തിയാക്കിയൊരു ടിന്ന് കിട്ടും. അപ്പോൾ ഇതിനൊരു ടിന്ന് കൊണ്ടുപോകാൻ വിചാരിച്ച്. മാങ്ങ കുറേ ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് മാങ്ങ ഞാൻ ഇങ്ങനെ എടുത്തുട്ടോ. അപ്പോൾ ടിന്നിക്ക് ആക്കുകയാണ്. എന്നിട്ട് രാവിലെ ഇൻഷാ അല്ലാഹ് അനുഗ്രഹിക്കുകയാണെങ്കിൽ രാവിലെ തന്നെ ഞങ്ങൾ പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ടൂർ പോവാം. അങ്ങനെ ഞങ്ങൾ 4 മണിയൊക്കെ ആയപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അതേ ഇല്ലെങ്കിലൊക്കെ വെക്കാം. അപ്പോൾ വെള്ളം എടുക്കുന്നുണ്ട്, ഞങ്ങൾ ചായ എടുക്കുന്നുണ്ട്. ഞങ്ങൾ ബസ്സിനാണ് പോണതില്ലേ മിക്കൂട്ടാ? എങ്ങോട്ടാ നമ്മൾ പോണത്? അല്ല, എങ്ങോട്ടാ പോണത്? വയനാട്. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ കൊണ്ട് ഡ്രസ്സൊക്കെ മാറ്റി തറവാട്ടിലെത്തി. അങ്ങോട്ട് ബസ് വരികയാണ്. ചുള്ളിയോട്ടുനിന്നാണ് കേട്ടോ, ഉള്ളിക്കുളത്തു നിന്നാണ് ബസ്. അപ്പോൾ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ പോകുന്നു. പിന്നെ ഒരു 9 മണിയായപ്പോൾ ഏകദേശം നമ്മൾ പോകുന്ന സ്ഥലത്തെത്താനായി തമിഴ്നാട്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. പൊറോട്ടയും നല്ല ചിക്കൻ കുറുമ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടുന്ന് അതൊക്കെ എടുത്ത് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും പോന്ന് നമ്മൾ ഒരു പാർക്കിലേക്കാണ് പോയത്. അപ്പോൾ മക്കളെ നമ്മൾ പൂക്കോട്ടൂർ തടാകത്തിലാണ് കേട്ടോ, വയനാട്. ഇതാ ബോട്ട് യാത്ര അല്ലേ വയനാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ബോട്ട് യാത്ര അല്ലേ, നല്ല വെയിലാണ്, അതുപോലെ തന്നെ നല്ല തണുപ്പുമാണ് കേട്ടോ. ഇവിടെ നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥ, അന്തരീക്ഷം. വെക്കേഷൻ ആയതുകൊണ്ടേ നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ആ പാർക്കിൽ നിന്ന് തിരിച്ച് മറ്റൊരിടത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മള് ബാണാസുര അണക്കെട്ട് കാണാൻ വേണ്ടി പിന്നെ വന്നിട്ടോ. ബാണാസുര അണക്കെട്ട്. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് കുറേ അങ്ങോട്ട് നടന്നു പോകാനുണ്ട്. ഇതിൻ്റെ ഫാമിലിയാണ്, മൊത്തം ഇതിൻ്റെ ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരുപാട് നടന്നു പോകാനുണ്ട്. പോയൊക്കെ നമുക്ക് ബാണാസുര അണക്കെട്ട്. എന്താ പറയുക, ഭയങ്കര ജനങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഈ വെക്കേഷൻ ടൈം ആയതുകൊണ്ടേ നല്ല ആൾക്കാരാണ്.
ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലങ്ങൾ കണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടേക്ക് ഒരുപാട് ടോയ്സുകൾ, കുട്ടികൾക്ക് തൊപ്പികൾ, ബാഗുകൾ, ചെരുപ്പുകളൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ വാങ്ങാൻ. തൊപ്പികൾ, കുട്ടികൾക്കുള്ള ഞങ്ങൾ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. എനിക്കും 2-3 കാറൊക്കെ വാങ്ങി, അല്ലാതെ ഒന്നും വാങ്ങിയില്ല. പിന്നെ ഫാമിലിനെ കണ്ടിട്ടില്ല എന്നൊക്കെയുള്ള കമൻറ്റ് വരും. ഞാൻ എൻ്റെ താത്തനോട് പറഞ്ഞു നമുക്ക് ഫാമിലിനെയൊക്കെ പരിചയപ്പെടുത്തി നിനക്ക് എടുക്കണമെങ്കിൽ എടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതിനൊന്നുള്ളൊരു ടൈം ഞങ്ങൾ കിട്ടിയില്ല എന്നുള്ളതാണ്. ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് ഇങ്ങനെ പായുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ അവിടെയും കുറച്ച് ആൾക്കാർ ഇവിടെയും. അതിലിടയ്ക്ക് ഞങ്ങൾ മാങ്ങയൊക്കെ കഴിച്ചു. ബസ്സിൽ നിന്നായിരുന്നു കൂടുതൽ മാങ്ങ. പിന്നെ ബസ്സിലുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം പാട്ട് വെച്ചിട്ടായിരുന്നു. ഞങ്ങളെല്ലാവരും പാട്ടൊക്കെ പാടി. കോപ്പിറൈറ്റ് വരുന്നത് കാരണം ഞാനതൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ ഫാമിലിയുള്ള ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല ചാട്ടവും മറിച്ചിലൊക്കെ ആയിരുന്നു ബസ്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ എല്ലാം തന്നെ വീഡിയോ പബ്ലിക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഇപ്പോൾ ഉണ്ടായിരുന്നു, ഞങ്ങൾ മക്കളും മരുമക്കളും അപ്പോൾ അങ്ങനെയുള്ള കുറേ വീഡിയോസുകളൊക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് ഇതിലിടാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങൾ എത്തിയത് ഇവിടെയാണ്. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ദാഹം. അപ്പോൾ കുഞ്ഞാണിയാക്ക വെള്ളം വാങ്ങി തരുന്നത് എനിക്കിഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, നല്ല ചൂടാണ്. അപ്പോൾ കുറച്ച് കുടിക്കാമെന്ന് വെച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോന്ന് വാങ്ങി ഞങ്ങളിത് കുടിച്ച് കുറേ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ പോയി, കുറേ ആൾക്കാർ സത്യം പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ കടയിൽ നിന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ എവിടെ നിന്നായാലും നമ്മൾ താനെ വാങ്ങി കഴിക്കും. അപ്പോൾ ഒരു ഡോഗിനെ കണ്ടു. ഏമിക്കുട്ടൻ അതിനെ ബേബി ഡോഗെ ഒന്ന് വിളിച്ച് കൊഞ്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? ബാണാസുര അണക്കെട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നല്ല വെയിലാണെങ്കിലും ചൂടാണെങ്കിലും ഇഷ്ടംപടി ആൾക്കാർ ഉണ്ട് കേട്ടോ. എന്നിട്ട് അപ്പോൾ നമ്മുടെ ഇവിടെ പേര് കേട്ട സ്ഥലമാണല്ലേ വയനാട് ബാണാസുര. എന്ത് വെയിലാണെങ്കിലും അറിയാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇത് കാണാൻ. നല്ല രസമുണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. ഏത് പൊരി വെയിലാണെങ്കിലും ഈ കുന്നിൻ്റെ മുകളിലൊക്കെ പോകാനും ഇരിക്കാനും ഒക്കെ നല്ല രസമായിരുന്നു. വരാത്തവർ ആരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നുകൊണ്ട് നല്ല അടിപൊളിയാണ്. ഞങ്ങളുടെ ഫാമിലി കുറച്ച് ആൾക്കാർ ബസ്സിൽ പോയിട്ടുണ്ട്. അപ്പോൾ ദാ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും എൻജോയ് ചെയ്യണമെങ്കിൽ ഇവിടെ വരാം. ഇവിടെ നമ്മുടെ ഈ ഡാമിൻ്റെ അടുത്ത് നല്ല രസമാണ് കേട്ടോ. ഇവിടെ കാറ്റാണ്, നല്ല സ്പീഡ് ബോട്ടൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം. അപ്പോൾ അടിപൊളി ടൂർ തന്നെയായിരുന്നു. എല്ലാം തന്നെ ഉൾപ്പെടുത്താനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. ഇനി നമ്മൾ ഇവിടുന്ന് വേറൊരു മെഗാ ടൂറിസം ഫാമിലിയൊക്കെ പോകുന്നുണ്ട്. അവിടുത്തെ കുറച്ച് കാഴ്ചയും കൂടി കാണിച്ചു തരട്ടെ കൂട്ടുകാരെ. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ ടൈം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ കുറേ സമയം ഇരുന്നു. പിന്നെ എൻ്റെ അനിയന്മാർ നാത്തൂനൊക്കെ ഞാനെടുത്ത പോലെ മാങ്ങയൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അതൊക്കെ കഴിച്ചു കേട്ടോ അതിലിടക്ക്. അപ്പോൾ ദാ ഈ കുന്നിൻ്റെ മുകളിലൂടെ നല്ല രസമാണ്. പക്ഷെ അങ്ങോട്ട് കയറി പോരണമെങ്കിൽ നല്ല പണി തന്നെയുണ്ട്. ഇറങ്ങി പോകാൻ വലിയ പണിയൊന്നുമില്ല. കയറി പോകുമ്പോൾ നമ്മളെ കാലൊക്കെ കുഴഞ്ഞു പോവും. പിന്നെ ബസ് ചാർജ് ഇവിടെ 25 രൂപയാണ് കേട്ടോ അങ്ങോട്ടൊന്ന് ബസ് റൂട്ടിൽ കൂടെ പോകാൻ. അപ്പോൾ 25 രൂപയൊക്കെ നഷ്ടമാണ്. ഇവിടെയുള്ള ആകെയുള്ളൊരു കുഴപ്പം ബസ് ചാർജ് കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് വന്നിട്ട് ചോറ് കഴിക്കുകയാണ്. അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നുണ്ട്. ഇളച്ചന്മാരൊക്കെയാണ് കുഞ്ഞാണിയാക്കാൻ്റെ അനിയന്മാരൊക്കെയാണ് വിളമ്പുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ബിരിയാണി കഴിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ മെഗാ ടൂറിസം കാരാപ്പുഴയിലേക്ക് വന്നു. ഇത് പറയണ പോലെ തന്നെയാണ്, മെഗാ ടൂറിസം തന്നെയാണ്. ഇവിടെ ഇല്ലാത്ത ആക്ടിവിറ്റീസുകളൊന്നും കാര്യങ്ങളും ഇല്ല. ഇവിടേക്ക് നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറിയാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ പോവാം. ഫ്രീ ആയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട്.
ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറുകയാണെങ്കിൽ. പിന്നെ പൈസ കൊടുത്തിട്ട് കയറാനുള്ള ആക്ടിവിറ്റീസുകൾ അതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി തന്നെയാണ്, സൂപ്പറാണ്. പിന്നെ ഇവിടെ നല്ല ഫ്ലവറുകൾ, പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊന്നും അല്ല കേട്ടോ, നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ തോന്നുക. കിട്ടാനും ഞാനാക്കിയിട്ട് അത് തന്നെ പണി, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. അപ്പോൾ മോളൂസും എൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ കുറേ ആക്ടിവിറ്റീസിൽ കയറി. ഞാൻ ഒന്നിനും പോയില്ല, എനിക്ക് പേടിയാണ് കേട്ടോ ഇതിൻ്റെ മുകളിലൊക്കെ കയറാനൊക്കെ. ഞാൻ കുറേ പൂക്കളൊക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ കയറാൻ നല്ല 150 രൂപയാണ് കേട്ടോ അതിൻ്റെ മുകളിലൊക്കെ കയറി ഇറങ്ങാനൊക്കെ. ഞാനിവിടെയൊക്കെ ഇതിലെ കൂടെ ഇങ്ങനെ ഇറങ്ങി നടന്ന് കാണണ്ടായിരുന്നു. ബാണാസുര അണക്കെട്ട് വേറൊരു ലെവല്, ഇത് ടൂറിസം, മെഗാ ടൂറിസം ഇത് വേറൊരു ലെവല്. ഏക്കർ കണക്കിൻ്റെ സ്ഥലത്താണ് കേട്ടോ ഇത്. നമ്മളിവിടെ വന്നാൽ നമുക്ക് കൊടുത്ത പൈസയൊന്നും ഒരിക്കലും നഷ്ടമാവില്ല. അടിച്ച് പൊളിക്കാനായിട്ട് ഒരു ദിവസം മുഴുവൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വിശദമായിട്ടൊന്ന് കാണാനും ഒന്നും പറ്റൂല, കാരണം അത്രയും ഉണ്ട്. പിന്നെ ഇതാ കുട്ടികൾക്കുള്ള സ്ലൈഡർ, ഇത് കുഞ്ഞു മക്കൾക്കുള്ളത്, ഇതിൻ്റെ മുകളിൽ വലിയ മക്കൾക്കുള്ളത്. എമിക്കുട്ടന് ഭയങ്കര പേടിയാണ്, അവനെ നിർബന്ധിച്ച് ഇതിമ കയറ്റിയാണ്. ഓന് ലാസ്റ്റ് പിന്നെ ഇതിൻ്റെ മുകളിലുള്ളമ്മ കയറ്റിട്ടോ, അത് അയിമ കയറ്റുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് കരഞ്ഞു പേടിച്ചിട്ട്. ഇവിടെ എത്തിയപ്പോഴത്തേന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കരഞ്ഞു, ഇനി ഇന്നെ കയറ്റണ്ടെന്ന് പറഞ്ഞ് ചിരിച്ചിറങ്ങിയാലും അങ്ങനെ. അപ്പോൾ ഇവിടെയൊക്കെ നടന്ന് സത്യം പറയുകയാണെങ്കിൽ ആകെ കുഴഞ്ഞിട്ടോ. ഇനി ഇവിടെ കാണാനുണ്ട്, നേരാണെങ്കിൽ ഇരുട്ടാവാനായിട്ടുണ്ട് കേട്ടോ. ഇനി തിരിച്ച് നമുക്ക് നാട്ടിലേക്ക് പോവും വേണ്ടേ. പിന്നെ മക്കളെ, വയനാട് ഈ മെഗാ ടൂറിസത്തിൽ എന്തൊക്കെയാണുള്ളത്, കുട്ടികൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇതിലിങ്ങനെ കറങ്ങണം, അതിൽ പോകാൻ 150 റുപ്യ 160 രൂപയാണ് കേട്ടോ അതിന്. അങ്ങനെ പല പല ആക്ടിവിറ്റീസുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എന്താ പറയുക, അത് കണ്ടോ ഒരു സാധനത്തിൽ കൂടെ ഇങ്ങനെ പോകണം, അതിലൊക്കെ ആൾക്കാരാണ്. അതിലൊന്നും കയറാൻ എനിക്ക് പേടിയാണ്. അതിനൊക്കെ അതുപോലെയുള്ള ചെറിയ ചെറിയ സംഖ്യകളാണ്. പക്ഷേ എൻജോയ് ചെയ്യണവർക്ക് ഇഷ്ടം പോലെ ഇവിടെ ഈ മെഗാ ടൂറിസത്തിൽ കാണാനുണ്ട് വയനാട്ടിൽ. പിന്നെ പ്രത്യേകിച്ച് പറയാൻ കണ്ടോ, പൂക്കൾ ഇഷ്ടം പോലെ പൂക്കളുണ്ട്, നല്ല രസമാണ്. നേരെ സന്ധ്യ ആവാനായിട്ടുണ്ട്, മഗ്‌രിബിന് ബാങ്ക് കൊടുക്കാനായിക്കണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോരാനുള്ളൊരു ഒരുക്കത്തിലാണ്. ഇരുട്ടാവണതിൻ്റെ മുന്നേ തിരിച്ചു പോരണം. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളി, അല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ വയനാട്. ഈ ഒരു അവധിക്കാലം അടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഒരു മെഗാ ടൂറിസം ആണ് കേട്ടോ ഇത്. ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് അറിയാനുണ്ട്. ഏക്കർ കണക്കിനാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്ഥലം ഉള്ളത്. കൃത്യം ഒരു 7 മണി ആവണതിൻ്റെ മുന്നേ ഇത് പൂട്ടും കേട്ടോ. രാവിലെ കയറിയാൽ അത്രയും സമയം നമുക്കിതിൽ നിൽക്കാം. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇത് പിന്നെ നമ്മളെ അവിടെ നിന്ന് എടുത്തതാണ്, ഡാമിൻ്റെ അവിടെ നിന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അതെനിക്കിഷ്ടമായി. അപ്പോൾ അവിടെ നിന്ന് പോരുന്ന വഴി ഇവിടെ ഞങ്ങൾ കയറി, ഇത് പാർക്കിൽ ഞങ്ങൾ കയറി. പിന്നെ നമ്മുടെ എന്താ പറയുക, ബോട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ട് കയറിയ സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ നല്ല തിരക്കായിരുന്നു. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് കാണാനുള്ളതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ്. ഇവിടെയും തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കടകൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ ദൂരത്തുനിന്ന് വന്നിട്ട് സാധനങ്ങൾ വാങ്ങുന്നതിനോടൊന്നും ഒരു താല്പര്യമില്ല. എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കുക, ആ ഒരു നിലപാടുള്ള ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഈ സമയമായപ്പോഴത്തേനും ആകെ കുഴങ്ങി ക്ഷീണിച്ചു. ഈ പാർക്കിൽ പിന്നെ അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ദാ ഇവിടെ അടിപൊളി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മുത്തുമണികളെ വൈൻഡപ്പ് ചെയ്യുക. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ചാച്ചാ ബസ്സിൽ കയറി